നിശബ്ദതയുടെ പ്രണയം ഭാഗം ഒന്ന്. അന്ന് രാത്രി ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. പ്രൊജക്റ്റ് ഡെഡ്ലൈൻ അടുത്തതിന്റെ ടെൻഷനിലാണ് എല്ലാവരും. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. പതിയെ ഓഫീസിലെ ഓരോ ലൈറ്റുകളും അണഞ്ഞു. ഒടുവിൽ ഞാനും അവിതയും മാത്രം അവിടെ ബാക്കിയായി. അവിത, ഞങ്ങളുടെ ടീം ലീഡർ, കാണാൻ സുന്ദരി മാത്രമല്ല വല്ലാത്തൊരു ആകർഷണമുള്ള സ്ത്രീ. പലതവണ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേ ദിവസം എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഓഫീസിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമുള്ള ആ നിശബ്ദത വല്ലാതെ ഭാരമുള്ളതായി തോന്നി. ഇനി ബാക്കി നാളെ നോക്കാം നന്ദു, അവിത തന്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദത്തിന് പതിവിലും വേഗത കുറവായിരുന്നു. ഞാൻ തലയാട്ടി എഴുന്നേറ്റു. അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ലിഫ്റ്റിലേക്ക് നടന്നു. ലിഫ്റ്റിന്റെ ചെറിയ ഇടം, പുറത്തെ മഴയുടെ ശബ്ദം. പെട്ടെന്നാണ് ലിഫ്റ്റ് ഒന്ന് കുലുങ്ങി നിന്നുപോയത്. വൈദ്യുതി നിലച്ചു. എമർജൻസി ലൈറ്റുകൾ മാത്രം മനോഹരമായൊരു മഞ്ഞ വെളിച്ചം പരത്തി. ഞാൻ ഒന്ന് പതറി. അയ്യോ, ലിഫ്റ്റ് ബ്ലോക്ക് ആയല്ലോ. അവിത തൊട്ടടുത്തേക്ക് വന്നു. അവളുടെ ദേഹത്തുനിന്നും ഉയർന്നുവന്ന ആ പെർഫ്യൂമിന്റെ മണം എന്റെ ഇന്ദ്രിയങ്ങളെ കീഴടക്കി. അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട നന്ദു, ഇലക്ട്രിസിറ്റി ഉടൻ വരും. പക്ഷേ അവളുടെ കണ്ണുകളിലെ ഭാവം പേടിയുടേതായിരുന്നില്ല. അതൊരു വല്ലാത്ത ക്ഷണമായിരുന്നു. എന്റെ വിരലുകൾ അറിയാതെ അവളുടെ അരക്കെട്ടിൽ തൊട്ടു. അവിടെ തന്നെ സമയം നിന്നുപോയപോലെ തോന്നി. തുടരും. അടുത്ത ഭാഗത്തിനായി പേജ് ഫോളോ ചെയ്യൂ. ഈ ഭാഗം എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തൂ. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ തുടർച്ചയായ രണ്ടാം ഭാഗം നാളെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.